അടരുവാൻ വയ്യെനിക്കു നിൻ ഹൃദയത്തിൽ നിന്ന്. മണലാരണ്യത്തിലെ കൊടുംചൂടിൽ കന്മതിലുകൾക്കുള്ളിലെ ഇരുട്ടറയിൽ ഞാൻ എൻ്റെ അന്ത്യദിനവും കാത്തു കഴിയുകയാണ്. എൻ്റെ നെടുവീർപ്പുകൾ ഓരോന്നും അത്യാർത്തിയോടെ കേഴുകയാണ്. മരണമേ, എന്നെ പുണരൂ. ആ ദുഷ്ടന്മാരുടെ കയ്യിലെ ഇരുമ്പ് വടികൾ ഉയർന്നു താഴുമ്പോൾ ഞാൻ വീണ്ടും വീണ്ടും കൊതിച്ചുപോയി, മരണമേ, എന്നെ പുണരൂ. പെറ്റു വീണ ഉടനെ അമ്മ മരിച്ചുപോയ പ്രഭുകുമാരന് ആയായിട്ടായിരുന്നു ഞാൻ ഇവിടെ ജോലിയിൽ പ്രവേശിച്ചത്. ആ കൊട്ടാരത്തിൽ എനിക്ക് വേണ്ടി മാറ്റിവെച്ച മുറിയിൽ ഞാൻ അവനെ കൊഞ്ചിച്ച് കുളിപ്പിച്ച് പുത്തൻ ഉടുപ്പുകൾ ഇടിവിച്ച് താരാട്ടുപാടി ഉറക്കി. എൻ്റെ മാറിലെ ചൂടേറ്റ് അവൻ വളർന്നു. ഒരു നിമിഷം അവനെ പിരിഞ്ഞിരിക്കാൻ എനിക്കാകുമായിരുന്നില്ല. രാത്രിയിലെ മരം കൂച്ചുന്ന തണുപ്പിൽ വായ് പൂട്ടാതെ അവൻ കരയുമ്പോൾ എൻ്റെ മാറിലാകെ ആ ചെഞ്ചുണ്ടുകൾ ഉഴലുമ്പോൾ ഒരിക്കലും ചുരന്നിട്ടില്ലാത്ത എൻ്റെ മുലകൾ ചുരന്നു. പ്രസവിക്കാതെ തന്നെ ഒരമ്മയുടെ ആത്മനിർവൃതി അവൻ എനിക്ക് നൽകി. എൻ്റെ രാത്രികൾ എനിക്ക് ആനന്ദലഹരിയായിരുന്നു. നിശയുടെ നിശബ്ദ യാമങ്ങളിൽ എൻ്റെ രഘുവേട്ടൻ എന്നരികിൽ എന്ന പോലെ ഞാൻ സ്വപ്നങ്ങളിൽ മുഴുകി. ജാതിയും മതവുമില്ലാത്ത എവിടെയെങ്കിലും പോയി ഒരുമിച്ച് ജീവിക്കാൻ കൊതിച്ചവരാണ് ഞങ്ങൾ. രഘുവേട്ടന് വേണ്ടി ഒരായുസ് മുഴുവൻ കാത്തിരിക്കാമെന്ന് ഞാൻ ഉറപ്പു കൊടുത്തു. 5 വർഷങ്ങൾക്ക് ശേഷം നിന്റെ കഴുത്തിൽ താലി ചാർത്താൻ ഞാൻ വരും പെണ്ണേ എന്ന് ചൊല്ലി എൻ്റെ നെറുകയിൽ ചുംബിച്ചു പോയതാണ് എൻ്റെ രഘുവേട്ടൻ. 1000 സ്വപ്നങ്ങളുമായി ഞാൻ കാത്തിരുന്നു. ആഴ്ചവട്ടങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു സായാഹ്നത്തിൽ അപരിചിതരായ ചിലർ പൂമുഖത്തിരിക്കുന്നത് കണ്ടു. അച്ഛൻ എന്നെ പൂമുഖത്തേക്ക് വിളിച്ചപ്പോഴാണ് എൻ്റെ വിവാഹ നിശ്ചയമാണ് അവിടെ നടക്കുന്നതെന്ന് ഞാൻ അറിയുന്നത്. പൊട്ടിക്കരഞ്ഞു, കാലുപിടിച്ചു. എന്നെ മറ്റാർക്കും വിൽക്കരുതേ എന്ന് കേണപേക്ഷിച്ചു. എൻ്റെ കരച്ചിലുകൾ വനരോദനങ്ങളായി 4 ചുമരുകൾക്കുള്ളിൽ പ്രതിധ്വനിച്ചതല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല. എൻ്റെ വിവാഹത്തിനായുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയായിരുന്നു. വേണ്ടപ്പെട്ടവരെ എല്ലാം ക്ഷണിച്ചു. ജോലി തേടിപ്പോയ എൻ്റെ രഘുവേട്ടൻ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. എൻ്റെ കൂട്ടുകാരെ ക്ഷണിക്കാൻ പോയ ഞാൻ രഘുവേട്ടൻ്റെ ഒരു കൂട്ടുകാരനെ മാത്രമേ കണ്ടുള്ളൂ. എന്നെ സഹായിക്കാമെന്ന് അദ്ദേഹം വാക്ക് നൽകി. വിവാഹത്തലേന്ന് ലോകം മുഴുവനും നിദ്രയിൽ ലയിച്ചപ്പോൾ എനിക്കായി അച്ഛൻ വാങ്ങിയ ആഭരണങ്ങളും ഏതാനും വസ്ത്രങ്ങളും എടുത്ത് ഞാൻ പുറപ്പെട്ടു. നല്ലവനായ ആ സ്നേഹിതനാണ് ഈ കുഞ്ഞിൻ്റെ ആയയായി എന്നെ ഇവിടെ എത്തിച്ചത്. രഘുവേട്ടന് വേണ്ടി ജീവൻ നൽകാൻ പോലും ഒരുക്കമുള്ളവനായിരുന്നു ഈ സ്നേഹിതൻ. നാട്ടുമാവിൻ കൊമ്പിലെ പുളിയൻ മാങ്ങ എറിഞ്ഞു വീഴ്ത്തി കല്ലിൽ ഇടിച്ചു പൊട്ടിച്ച് ഉപ്പും ചേർത്ത് രഘുവേട്ടൻ എൻ്റെ വായിൽ വെച്ച് തരുമ്പോൾ പുളിയൻ മാങ്ങയ്ക്ക് എന്തു മധുരമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. 2 or 3 റൊട്ടിക്കഷ്ണം എൻ്റെ മുന്നിലുള്ള പാത്രത്തിൽ വന്ന് വീഴുന്ന ശബ്ദമാണ് സ്വപ്നങ്ങളിൽ നിന്ന് എന്നെ ഉണർത്തിയത്. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. കൈകൾ വിലങ്ങുവെച്ച് അവരെന്നെ ഈ കൽത്തുറുങ്കിലടച്ചത്. ജയിൽ ജീവനക്കാരുടെ കൂട്ട ബലാത്സംഗത്തിനിരയായ ഞാൻ 3-ാം ദിവസം ബോധം തെളിയുമ്പോഴേക്കും കോടതി എന്നെ തൂക്കിലേറ്റാൻ വിധിച്ചിരുന്നു. എൻ്റെ ജീവരക്തം നൽകി ഞാൻ വളർത്തിയ ആ പൊന്നുമോനെയെങ്കിലും ഒരു നോക്ക് കാണാൻ ഞാൻ കൊതിച്ചു. അമ്മേ എന്ന് അവൻ്റെ വിളി കേൾക്കുവാൻ കൊതിച്ചു. കൊച്ചരിപ്പല്ല് കാട്ടിയുള്ള അവൻ്റെ ചിരി കേൾക്കാൻ കൊതിച്ചു. അവനിപ്പോൾ തികച്ചും അനാഥനാണ്. അവനെ പ്രസവിച്ച അമ്മയെ അവൻ ഒരിക്കലും കണ്ടിട്ടില്ല. അവൻ്റെ അമ്മയും അച്ഛനും എല്ലാം ഞാൻ തന്നെയായിരുന്നു. ലക്ഷപ്രഭു ആയിരുന്നു അവൻ്റെ അച്ഛൻ. ഒരിക്കൽ ഞാൻ അവനെ താരാട്ടുപാടി ഉറക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു അത് സംഭവിച്ചത്. മദ്യത്തിൻ്റെ ഉന്മാദ ലഹരിയിൽ മകനെ കാണാനെന്ന വ്യാജേന അദ്ദേഹം ആ മുറിയിലേക്ക് വന്നു. പാട്ട് നിർത്തി ഒരു മൂലയിലേക്ക് ഒതുങ്ങി നിന്ന് എന്നോട് വീണ്ടും പാടാൻ ആവശ്യപ്പെട്ടു. പേടിച്ചു വിറച്ച എൻ്റെ തൊണ്ടയിൽ നിന്ന് ശബ്ദം പുറത്തു വന്നില്ല. അടുത്ത നിമിഷത്തിൽ അയാൾ എന്നെ കോരിയെടുത്ത് കട്ടിലിലേക്കിട്ടു. അലറിക്കരഞ്ഞുകൊണ്ട് ഞാൻ കുതറി ഓടുമ്പോഴും എനിക്ക് മനസ്സിലാകാത്ത ഏതോ ഭാഷയിൽ എന്തൊക്കെയോ അയാൾ പുലമ്പുന്നുണ്ടായിരുന്നു. പിടിവലിയിൽ താഴെ വീണുടഞ്ഞ ഒരു കുപ്പിക്കഷ്ണം എൻ്റെ കയ്യിൽ തടഞ്ഞു.
എൻ്റെ നെഞ്ച് തകരുമാറ് എന്നിൽ പതിച്ച ആ മാംസപിണ്ഡത്തിൻ്റെ മാറിൽ ആ കുപ്പിക്കഷ്ണം എൻ്റെ സകല ശക്തിയും എടുത്ത് ഞാൻ കുത്തിയിറക്കി. ദയനീയമായൊരലർച്ചയോടെ ആ മനുഷ്യൻ പിടഞ്ഞ നിലത്തേക്ക് വീണു. പേടിച്ച് വിറയ്ക്കുന്ന കൈകളിൽ ആ കിളുന്തു കുഞ്ഞിനെയും എടുത്ത് ഞാൻ ഓടി. പ്രഭുവിൻ്റെ കാവൽക്കാർ എന്നെ തടഞ്ഞ് മുറിയിലിട്ട് അടച്ചു പൂട്ടി. എൻ്റെ മാറിൽ ഒട്ടിക്കിടന്ന് ആശ്വാസം കണ്ടെത്തിയ ആ കുരുന്നിനെ അവർ പറിച്ചെടുത്തു. കറുത്ത തുണി എൻ്റെ മുഖം മൂടും മുൻപ് ആ കുഞ്ഞു മുഖം ഒരു നോക്ക് കാണാൻ കഴിഞ്ഞെങ്കിലെന്ന് ഞാൻ കൊതിച്ചുപോയി. വരാമെന്ന് പറഞ്ഞ് പിരിഞ്ഞുപോയ എൻ്റെ രഘുവേട്ടൻ എവിടെ? അപ്പോഴും ആർത്തിയോടെ എൻ്റെ ചുണ്ടുകൾ പെറുപെറുത്തു. മരണമേ, എന്നെ പുണരൂ.